എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ ടീമിനെ കാണിക്കുന്നു. അവര് രണ്ട് ടീമായി പിരിഞ്ഞ് ഇപ്പൊ സാസുകെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കബൂട്ടോ മാസ്റ്ററുടെ ക്ലൗണ്ട് എടുത്ത് പറയും, ആ ഗുഹയില് ഒരുപാട് മുറികളുണ്ട്, അത്ര എളുപ്പത്തില് സാസുകെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമാണ് ആ ഗുഹയുടെ ഫുൾ പ്ലാൻ അറിയാവുന്നത്. അതിന്റെ ഹൈഡൌട്ട് അതെന്റെ ബ്രെയിനില് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ നീ അഴിച്ചുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒറോച്ചുമാറും അറിയാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാസുകയും കൊണ്ട് രക്ഷപ്പെടാം. അതിന് മാസ്റ്ററുടെ ക്ലൗൺ നിന്റെ സൂത്രം അത് നിന്റെ കയ്യിൽ വെച്ചാ മതി. കെട്ടഴിച്ചു വിട്ടാ നിനക്ക് ഓടി രക്ഷപ്പെടാനല്ലേ, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് ഇപ്പൊ മാസ്റ്ററുടെ ക്ലൗൺ പറയും. കബൂട്ടോ ക്യാഷ്വൽ ആയിട്ട് ഓക്കെ കുഴപ്പമില്ലാന്ന് പറയുമ്പോ അപ്പൊ അതേ സമയത്ത് അവന്റെ കയ്യില് അവൻ ചക്ര പവർ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനും മാസ്റ്ററും സായും സാക്കുറയും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കുട്ടപ്പൻ ഒരു റൂമിന്റെ ഡോർ തുറക്കും. അതില് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ റൂമില് ആരും ഉണ്ടാവില്ല. കുടിക്കാനുള്ള വെള്ളം, ഫുഡ്, ബെഡ് അതെല്ലാം കാണുമ്പോ കുട്ടപ്പന് മനസ്സിലാവും ഈ റൂമില് ആരോ താമസമുണ്ട്. കാരണം ഇത്ര നേരവും അവര് തുറന്നു നോക്കിയ റൂമിലൊന്നും ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അതിന് സായി പറയും, ഈ ഒരു ഫ്ലോറിലെ അവസാനത്തെ റൂമാണിത്, ഇതുകൂടി കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അടുത്ത ഫ്ലോറിലേക്ക് ഓടും. കുട്ടപ്പൻ ഓടുമ്പോ തന്നെ ഇപ്പൊ സായിക്ക് അവന്റെ ബ്രദർ ഓടും പോലെ തോന്നും. കുട്ടപ്പൻ ഓടി ഓടി ഇപ്പൊ കിതച്ച് ഒട്ടും വയ്യാതെ താഴേക്ക് വീഴും. സായി ഓടി വന്ന് ഇപ്പൊ കുട്ടപ്പനെ താങ്ങിയെടുത്ത്, നിനക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് തിരികെ പോയാലോ എന്ന് കുട്ടപ്പനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ പറയും, വർഷങ്ങളായി ഞങ്ങൾ സാസുകയ്ക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൻ എന്റെ കൺമുൻപിലുണ്ട്. ഈ ഒരു ചാൻസ് അതെന്നെ കൊണ്ട് മിസ്സാക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ കണ്ടെത്തണം. കുട്ടപ്പന് മനസ്സിലാവും അവൻ ഓൾറെഡി നയൻ ടൈൽ ഫോക്സിന്റെ പവർ എടുത്തോണ്ടാണ് ഇപ്പൊ അവന്റെ ബോഡി ഇത്രയധികം വീക്ക് ആയിരിക്കുന്നത്. സായി അവനൊന്നും നോക്കില്ല, ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുത്ത് അവൻ ചുറ്റും നോക്കും. എന്നിട്ടൊരു പ്രത്യേക ദിശ ലക്ഷ്യമാക്കി അവൻ മുമ്പോട്ട് പോവും. ഇവിടെ സാക്കുറയും മാസ്റ്ററും ആവട്ടെ, അവര് കുറെ ദൂരം മുൻപോട്ട് പോയി ഇപ്പൊ മറ്റൊരു ഡോർ തുറക്കും. പക്ഷെ അവിടെയും ആരും ഉണ്ടാവില്ല. മാസ്റ്റർ പറയും, ഇവിടെ ഒക്കെ ഒറോച്ചിമാറുവിന്റെ ട്രാപ്പ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അതിന് സാക്കുറ ടെൻഷനായിട്ട്, എനിക്കറിയാം ആരും എന്നെ ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞ് അവള് സാസുക എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങും. അതിന് മാസ്റ്റർ, നീ ഇങ്ങനെ ഒച്ച വെച്ചാല് സാസുക ആയിരിക്കില്ല, മറിച്ച് ഒറോച്ചിമാറും ആയിരിക്കും ഇവിടേക്ക് വരിക. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ പാതി മയക്കത്തില് അങ്ങനെ ഇരിക്കുകയാണ്. കുട്ടപ്പൻ സായിയോട് ചോദിക്കും, നീ ഈ ഫ്ലോറ് അത് മുഴുവൻ ചെക്ക് ചെയ്തോ? അതിന് സായി പറയും, ഒരു പരിധി വരെ ഞാൻ എല്ലായിടവും ചെക്ക് ചെയ്തു, ഇവിടെ എവിടെയും സാസുകയെ കാണാനില്ല. സായി കുട്ടപ്പനോട് പറയും, എനിക്ക് നിന്നെ കാണുമ്പോ എന്റെ ബ്രദറിനെയാണ് ഓർമ്മ വരുന്നത്. നീ ശരിക്കും അവനെ പോലെ തന്നെയാണ്. നിന്നെ പോലെ തന്നെ എന്റെ ചേട്ടനും വലിയൊരു മണ്ടനായിരുന്നു. എന്തൊക്കെയോ വായി തോന്നുന്നത് പറയും, എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അതുകൊണ്ട് തന്നെ അവന്റെ നിഷ്കളങ്കത അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു ബുക്ക് അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് സായി ആവട്ടെ ഫ്ലാഷ് ബാക്കില് അവന്റെ ബ്രദറിനെ കുറിച്ച് ആലോചിക്കും. ചെറുപ്പത്തിൽ തന്നെ സായിക്ക് ആകെയുള്ള ഒരു ആശ്വാസം അവന്റെ ബ്രദറാണ്. അവര് രണ്ടുപേരും ഒരുമിച്ച് ചിത്രം വരച്ചു, യുദ്ധം ചെയ്തു, ഒരുപാട് പേരെ അടിച്ചു തോൽപ്പിച്ചു. കാട്ടിലും മേട്ടിലും ഊണിലും ഉറക്കത്തിലും അവർ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ സായി ആവട്ടെ അവന്റെ ബ്രദറിന് വേണ്ടി ആ ഒരു ബുക്കിലെ ഡ്രോയിങ്സ് മരത്തിന്റെ ചോട്ടിലിരുന്ന് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ സായി വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവൻ ഫ്ലാഷ് ബാക്ക് ഓർത്ത് ഇപ്പൊ പേടിച്ചിരിക്കുകയാണ്. ഉടനെ സായി പെൻസിൽ എടുത്ത് ഇപ്പൊ ആ ബുക്കില് വരയ്ക്കാനായിട്ട് തുടങ്ങും. സായി പറയും, എനിക്കിപ്പോ ഓർമ്മ വന്നു അന്ന് എന്ത് ഫോട്ടോ ആണ് ഞാൻ വരയ്ക്കാൻ ആഗ്രഹിച്ചതെന്ന്. കുട്ടപ്പൻ പതിയെ ഇപ്പൊ ആ പേജിലേക്ക് നോക്കുമ്പോഴായിരിക്കും അതില് അവനും അവന്റെ ബ്രദറും ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ. അത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പനും ഒത്തിരി സന്തോഷാവും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് അവനിപ്പോ നമ്മുടെ രണ്ടാൾക്കാരെയും സ്കെച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഒറോച്ചി പറയും, സായ് നിന്റെ സമയം അത് അടുത്തിരിക്കുകയാണ്. നീ അവരുടെ ടീം അത് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ വെച്ച് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഒറോച്ചിമാറു ഉടനെ അവന്റെ രണ്ട് പാമ്പുകളെ ഇപ്പൊ പുറത്തേക്ക് വിടും. കുട്ടപ്പനും സായും ആവട്ടെ അത് കണ്ട ഉടനെ അവിടുന്ന് ചാടി തന്നെ ഓടാനായിട്ട് തുടങ്ങും. അതിന് നറൂട്ടോ ഇപ്പൊ സായിയോട് വിളിച്ചു പറയും, സായി നീ ഓടിക്കോ, എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്ക്, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോ ഇപ്പൊ സായി ആവട്ടെ ഞാൻ തീർച്ചയായിട്ടും കുട്ടപ്പന് വേണ്ടി സാസുകയെ കണ്ടെത്തുന്നു പറഞ്ഞ് ഇപ്പൊ മുൻപോട്ട് ഓടാൻ തുടങ്ങും. ഓരോച്ചിമാർ ചിരിക്കും, നീ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ ഇത്ര എഴുതിയാ പോലും
നിനക്ക് സാസുകയെ അവനെ തിരികെ കിട്ടില്ല. അതിന് കുട്ടപ്പൻ പറയും, നീ ഹൊക്കാഗെയോ സെനിയനോ മെയിൻ വില്ലനോ ആരും ആയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് നിന്നെ അടിച്ചു കൊന്ന് ഞാൻ സാസുകയായിട്ട് ഇവിടുന്ന് പോവും. കുട്ടപ്പന്റെ കലി അത് കേറി കേറി വരുമ്പോ അവന്റെ ക്ലൗൺസും കൂടി കൂടി വരും. കുട്ടപ്പൻ ക്ലൗൺസിനെ ഉപയോഗിച്ച് അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോ അവനാവട്ടെ അവന്റെ വലിയൊരു പാമ്പിനെ അവിടേക്ക് ഇറക്കി വിട്ട് എല്ലാ കുട്ടപ്പന്മാരെയും അടിച്ചു തെറിപ്പിച്ച് കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. കുട്ടപ്പൻ വിടില്ല, അവൻ ഹീറോ ആണ്. അവൻ ഡ്രസ്സങ്ങൻ പവർ എടുത്ത് ഒറോച്ചിമാറുവിന്റെ നേരെ ഇപ്പൊ ചാടി വീഴുമ്പോ അവന്റെ പാമ്പ് കുട്ടപ്പനെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ കറങ്ങി വന്ന് അവനെ ചുരുട്ടി ലോക്ക് ചെയ്ത് പിടിക്കും. ഒറോച്ചിമാറു കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അങ്ങനെ കറക്കേറിയും. കുട്ടപ്പൻ തലയിടിച്ച് ഇപ്പൊ തെറിച്ചു പോയിട്ട് വീഴുമ്പോ ഒറോച്ചിമാറു പറയും, നിന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് ഉഷാറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പൻ ഷോക്കായിട്ട് ഒരു സെക്കൻഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം ആലോചിക്കും. സാക്കുറെ അടിച്ചു വീഴ്ത്തിയത് നിന്റെ ഉള്ളിലെ ആ ഒരു നയൻ ടൈൽ ഫോക്സ് ആണ്. സാസുകയെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിന് നീ നിന്റെ പവർ ഉപയോഗിക്കണം. നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവരെ പോലും നീ ഹേർട്ട് ചെയ്യും. മാത്രമല്ല, നിനക്ക് സാക്കുറെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കി നിന്റെ പവർ ഉപയോഗിക്കണം. കട്ട് ചെയ്ത ഒറോച്ചിമാറു കുട്ടപ്പനെ വീണ്ടും പിടിച്ചു വലിച്ച്, നീ നയൻ ടൈൽ ഫോക്സിന്റെ പവർ ഉപയോഗിച്ച് എന്നെ അടിച്ചു തോൽപ്പിക്കുമല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നീ നയൻ ടൈൽ ഫോക്സിന്റെ പവർ എടുക്കാൻ പറയുമ്പോ അവിടേക്ക് കറക്റ്റ് ആയിട്ട് മാസ്റ്റർ ചാടി വീണ് ആളുടെ വുഡൻ ഗെഞ്ചിപ്സു അത് പുറത്തെടുക്കും. കുട്ടപ്പന്റെ ചക്ര പവർ അത് ഡെവലപ്പ് ആയത് മനസ്സിലാക്കിയാണ് ഇപ്പൊ മാസ്റ്റർ അവിടേക്ക് വന്നത്. കട്ട് ചെയ്ത സായ് റൂമിൽ കയറി അവന്റെ സ്ക്രോള് വിരിച്ച് അതിൽ ഒരുപാട് എലികളെ ഇപ്പൊ വരയ്ക്കാൻ തുടങ്ങും. സായ് പറയും, കുട്ടപ്പ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിനക്ക് തന്ന വാക്ക് അത് ഞാൻ പാലിക്കും. സാസുകയെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് അവൻ ആ എലികളെ മുഴുവൻ അവിടെ സ്പ്രെഡ് ചെയ്ത് വിടും. കട്ട് ചെയ്ത ഇവിടെ ഒറോച്ചിമാറു പറയും, കുട്ടപ്പന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അതെനിക്ക് വേണം. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിന്നെ കൊല്ലുന്നില്ല. നിന്റെ ജീവൻ അത് ഞാൻ പിച്ചയായിട്ട് തരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഇൻവിസിബിൾ ആയി ഇപ്പൊ മറ്റെവിടേക്കോ പോകും. ഉടനെ മാസ്റ്റർ കുട്ടപ്പനോട് ചോദിക്കും, സായ് എവിടെ? അവനെ നീ കണ്ടോ? അതിന് കുട്ടപ്പൻ, അവനെ ഞാൻ ഒറോച്ചിമാറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സാസുകയെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞയച്ചു. ഇവിടെ സായ് ആവട്ടെ അവന്റെ എലികൾ വെച്ച് അവിടെ മുഴുവൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ പറയും, ഞാൻ എന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് ഇവിടെ മുഴുവൻ അന്വേഷിക്കാം. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും മറ്റൊരു ഭാഗത്ത് സാസുകയെ അന്വേഷിക്കണം. അപ്പോഴായിരിക്കും സാസുക വീണ്ടും ലോങ് ഷോട്ടിലായിട്ട് ഒരു ബാഗും ബുക്കും കാണുക. സായ് വീണ്ടും അവന്റെ ബുക്കും ബാഗും നഷ്ടപ്പെടുത്തിയോന്ന് ചോദിച്ച് അവളാവട്ടെ അതിന്റെ അടുത്തേക്ക് വരും. അവൾ ആ ബുക്ക് എടുത്ത് ഇപ്പൊ തുറന്നു നോക്കുമ്പോ അവൻ അവസാനമായിട്ട് വരച്ച അവന്റെ ബ്രദറും അവനും കൈകോർത്ത് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ട് സർപ്രൈസ് ആയിട്ട് അവളത് കുട്ടപ്പനെ കാണിക്കും. അതിന് കുട്ടപ്പൻ, അതെ, അവന് പഴയതെല്ലാം തന്നെ ഓർമ്മ വന്നു. ഇതായിരുന്നു അവന്റെ ചേട്ടന്റെ ആഗ്രഹം, അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. കട്ട് ചെയ്താ ഇവിടെ സായി ആവട്ടെ ഇപ്പൊ ഏതോ ഒരു റൂമിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അവൻ ഓൾമോസ്റ്റ് ഇപ്പൊ സാസുകയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ അതേ സമയം ഇവിടെ മാസ്റ്റർ ആവട്ടെ ഇപ്പൊ സായിയുടെ ബാഗിൽ നിന്ന് മറ്റൊരു ബുക്ക് എടുക്കും. അതേസമയം സായി ആ ഒരു റൂം തുറന്ന് ഇപ്പൊ പതുക്കെ അകത്തേക്ക് കയറും. അപ്പൊ അവൻ കാണും ആ ഒരു റൂമില് ഇപ്പൊ സാസുക കിടന്നുറങ്ങുന്നതായിട്ട്. കട്ട് ചെയ്താ ഇവിടെ മാസ്റ്റർ ആവട്ടെ ആ ഒരു ബുക്ക് കണ്ട് ഞെട്ടിയിട്ട് ഇപ്പൊ കുട്ടപ്പനും സാക്കുറയ്ക്കും അത് കാണിച്ചു കൊടുക്കും. മാസ്റ്റർ പറയും, ഇത് സായിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ബുക്കാണ്. ഇതില് അസാസിനേഷൻ ലിസ്റ്റ് ഉണ്ട്. അൻബു ബ്ലാക്ക് ഓപ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ആ ഒരു ബിങ്കോ ബുക്കും ഉണ്ട്. ഇതിൽ അൻബു ബ്ലാക്ക് ഓപ്സിലുള്ള എല്ലാവരുടെയും ലിസ്റ്റും അതിൽ ചിലരെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്ത എല്ലാവരെയും അവൻ കൊന്നു കളഞ്ഞിരിക്കും. മാസ്റ്റർ വീണ്ടും ആ ബുക്ക് മറച്ചു നോക്കുമ്പോ അതില് സാസുകയുടെ ഫോട്ടോ കാണും. അവരത് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും, സാസുകയുടെ ഫോട്ടോ എങ്ങനെ അസാസിനേഷൻ ലിസ്റ്റിൽ വന്നു? അപ്പൊ അതേ സമയത്ത് ഇവിടെ സായി ആവട്ടെ സാസുകയെ തുറിച്ചു നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സായി ഇപ്പൊ സാസുകയുടെ പിന്നിലായിട്ട് ഉച്ചിഹ സിമ്പല് കാണും. ആ ഒരു സിമ്പല് അത് ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.